അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പം അതിന് വേണ്ടി ഒരു മുട്ട പൊട്ടിച്ച് പാത്രത്തിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് കുറച്ച് വെനില എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. പിന്നെ ഒരു കപ്പ് പൊടിച്ചാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഇതുപോലെ അടിച്ചെടുക്കാം. ഷുഗർ നല്ല മെൽട്ടാക്കി എടുക്കണം. പഞ്ചസാര നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു 3 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതും കൂടി നല്ലോണം ഇതുപോലെ അടിച്ചെടുക്കണം. നമുക്ക് മെൽട്ടാക്കി വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഒരു 5 സ്പൂണ് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ വേണ്ട മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒരു നുള്ള് ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ 3 സ്പൂണ് കോക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റ് കാപ്പിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നല്ലോണം അരിച്ചിട്ട് മാവ് നല്ലോണം മിക്സാക്കി എടുക്കണം. നമുക്കിതിക്ക് കുറേശ്ശെ മാവ് ഇട്ടിട്ട് മിക്സാക്കി എടുക്കാം. ഇളം ചൂടുള്ള പാൽ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കണം. നമുക്ക് കേക്ക് ടിന്നിൽ എണ്ണ തടവിയിട്ട് കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു 40 മിനിറ്റ് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് തണുത്ത് വന്നതിന് ശേഷം വേറൊരു പാത്രത്തേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകൾക്ക് ചോക്ലേറ്റ് സിറപ്പ് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.